ഹലോ ഫ്രണ്ട്സ്, 2021 മുതൽ 2023 വരെയാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് UK എത്തിച്ചേർന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡിൻ്റെ ആ ഒരു ടൈമിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യഥേഷ്ടം ജോലി ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. മാത്രമല്ല UK ഒരു സിറ്റുവേഷൻ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഏകദേശം empty ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് UK ഗവൺമെൻറ്റിന് തന്നെ തോന്നി ഇതുപോലെയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം മെച്ചമുണ്ടാകുമെന്നും യൂണിവേഴ്സിറ്റികൾ എല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുമെന്നും അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർ UK ക്ഷണിച്ചു. മാത്രമല്ല അങ്ങനെ വരുന്ന സ്റ്റുഡൻസിന് PG ചെയ്യാനായിട്ട് വരുന്ന ഒരു വർഷത്തെ കോഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. മാത്രവുമല്ല അതിനുശേഷം അവർക്ക് 2 വർഷത്തെ സ്റ്റേ ബാക്കും കൊടുത്തു. അപ്പോൾ ഈ ഒരു 2-3 ഓഫറുകൾ ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ ചൈന, ജപ്പാൻ, അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും UK ഒരു കുതിച്ചു ചാട്ടമായിരുന്നു ഒരു 3 വർഷക്കാലം. നമുക്കറിയാം 2021 ആ ഒരു കോവിഡിൻ്റെ ടൈമിൽ ഇവിടേക്ക് വന്ന സ്റ്റുഡൻസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ആ ഒരു സമയത്ത് UK ജോലിക്ക് വേണ്ടിയിട്ട് ആളിനെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് UK ഭാഗ്യവശാൽ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ ധാരാളം സ്റ്റുഡൻസ് എത്തിച്ചേർന്നത്. അവർക്ക് ഇഷ്ടം പോലെ ജോലി ചെയ്യാൻ സാധിച്ചു. മാത്രമല്ല ഒരു ഡിപ്പെൻഡൻ്റായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്കും അൺലിമിറ്റഡായിട്ട് ജോലി ചെയ്യാവുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം 2022-2023 ആയപ്പോഴേക്കും ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് ധാരാളം സ്റ്റുഡൻസാണ് UK എത്തിയത്. അങ്ങനെ വന്ന സ്റ്റുഡൻസ് എല്ലാവരും 2022 അവസാനം 2023 പകുതി വരെയൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല രീതിയിൽ അവർ ഏൺ ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് വന്ന സ്റ്റുഡൻസ് UK വരാനായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് എത്തപ്പെട്ടാൽ മതി. കാരണം ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് എടുക്കുക, ഒരു ഏജൻസിയെ പോയി കാണുക, അവർ പറയുന്ന ഒരു കോഴ്സ് എടുക്കുക, UK ഒരു എൻട്രി ക്ലിയറൻസ് കിട്ടുക, UK എത്തിച്ചേരുക. അതായിരുന്നു നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് വന്ന, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വന്ന ഒരു നല്ല ശതമാനം ആൾക്കാരും ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് UK എത്തിച്ചേർന്നത്. അപ്പം അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർ ഒരു 2023 ആദ്യ സമയങ്ങളിലൊക്കെ വരെ നല്ല രീതിയിൽ അവർ ജോലി ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കി. പക്ഷേങ്കിൽ അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നത് കോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനോ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ വന്ന കുറേ ആൾക്കാർ യൂണിവേഴ്സിറ്റിയിലൊന്നും പോകാതെ ജോലി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവർ നല്ല രീതിയിൽ ഏൺ ചെയ്ത് അവർ നല്ല രീതിയിൽ കാശ് സമ്പാദിക്കാനായിട്ട് തുടങ്ങി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു 2023 ആയപ്പോഴേക്കും യൂണിവേഴ്സിറ്റിക്ക് മനസ്സിലായി ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന പകുതി ആൾക്കാരും യൂണിവേഴ്സിറ്റിയിൽ വരുന്നില്ല, അവർ നേരെ വന്നിട്ട് ഫുൾ ടൈം ജോലി ചെയ്യുകയാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്നും ചില കാര്യങ്ങളിൽ അവർ സ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് 2 വർഷത്തെ സ്റ്റേ ബാക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോകണം. അതുവരെയുള്ള അസസ്മെൻ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി സ്റ്റേ ബാക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ UK വന്ന സ്റ്റുഡൻസിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ആകാനായിട്ട് തുടങ്ങി. കാരണം അതൊരു പ്രാഥമിക ഘട്ടമായിരുന്നു. UK ധാരാളം ഇപ്പം UK ഗവൺമെൻറ് എത്രമാത്രം സ്റ്റുഡൻസിനെ കൊണ്ടുവരാൻ അവർ പ്ലാൻ ചെയ്തോ അതിൻ്റെ ഏകദേശം ഒരു 10 ഇരട്ടിയിലധികം ആൾക്കാർ ആ ഒരു സമയം കൊണ്ട് തന്നെ UK എത്തിച്ചേർന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 2023 ആയപ്പോഴേക്കും UK ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ അവർ മാറ്റി ഈ സ്റ്റുഡൻസ് വരുന്നത് കുറയ്ക്കാനുള്ള പ്ലാനിലേക്ക് അവർ മാറി. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് ലഭിക്കൂ എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചത്. 2021-22 സമയങ്ങളിലൊക്കെ UK വന്നിരിക്കുന്ന സ്റ്റുഡൻസ് അവരുടെ സ്റ്റേ ബാക്കിൽ കൂടിയാണ് ഇപ്പോഴേ
കടന്നു പോകുന്നത്. ആദ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു നമ്മുടെ കോഴ്സൊക്കെ കഴിഞ്ഞ് സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് എങ്ങനെയായാലും നമുക്കിവിടെ ജോലി സംഘടിപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതും അതായിരുന്നു. കാരണം ആ ഒരു സമയത്ത് ധാരാളം വേക്കൻസികൾ UK ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തോടുകൂടിയാണ് ആൾക്കാർ UK എത്തിച്ചേർന്നത്. പക്ഷേ ഒരു 2023 ആയപ്പോഴേക്കും UK സ്വഭാവം മാറി. ഈ ഒരു സ്റ്റേ ബാക്കിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ജോലി ലഭിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മളുടെ ധാരാളം സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഓരോ ദിവസവും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ എല്ലാം സ്റ്റേ ബാക്കിൻ്റെ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതുവരെ അവർക്കൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം UK എത്തിയിട്ടുള്ള ഈ പറയുന്ന ഭൂരിപക്ഷം സ്റ്റുഡൻസും അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിച്ചതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത കോഴ്സുകളാണ് ഇവിടെ വന്നിട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു എക്സ്പീരിയൻസും ഇല്ല, അവർക്ക് ഒരു ജോലി കിട്ടണമെന്നുള്ള ആ ഒരു കാര്യത്തിലുമല്ല അവർ ആ കോഴ്സ് തിരഞ്ഞെടുത്തത്. പക്ഷേ അവസാന സമയമായപ്പോഴേക്കും സ്റ്റേ ബാക്ക് തീരാറാവുന്നു. അപ്പോൾ അവർക്കൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട് അവർ നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും UK കാണുന്നത്. നമുക്കറിയാം ഈ ഒരു 2024 ജനുവരി മുതൽ ഇനിയിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 2023 ഒരു നവംബർ ഡിസംബർ മാസമൊക്കെ ആയപ്പോഴേക്കും UK സ്റ്റുഡൻറ്റ് വരുന്ന ആ ഒരു തള്ളിക്കയറ്റം എന്തായാലും അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇനിയിപ്പോഴും UK വരുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിക്കാനായിട്ട് മാത്രം വരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു സ്റ്റേ ബാക്കിലൊക്കെ കടന്നു പോകുന്ന ആൾക്കാരിൽ എനിക്കൊന്നൊരു 5 to 10% ആൾക്കാർക്ക് പോലും ഇവിടെ ജോലി ലഭിച്ചില്ല, ഒരു സ്പോൺസർഷിപ്പ് വിസ നേടാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ആദ്യ സമയങ്ങളിൽ വന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം അവർ സ്വിച്ച് ചെയ്ത് ഈ ഒരു കെയറർ വിസയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഒരു രീതിയിൽ പോയത് കൊണ്ട് അവർക്ക് ലക്കായി. കാരണം അവർക്കൊരു 5 വർഷത്തേക്ക് വർക്ക് പെർമിറ്റ് അടിച്ചു കിട്ടി, കുറച്ച് കഷ്ടപ്പാടുകൾ ആണെങ്കിൽ പോലും. പക്ഷേ അവസാന സമയമാകുമ്പോഴേക്കും ഗവൺമെൻറ്റിന് അത് മനസ്സിലാക്കി അവർ സ്വിച്ച് ചെയ്യുന്ന പരിപാടി നിർത്തി. ഇനിയിപ്പോഴും നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സ്വിച്ച് ചെയ്താൽ മതിയെന്നുള്ള ഒരു നിയമം കൂടി വന്നതോടുകൂടി സ്റ്റുഡൻസിന് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കാതെ വന്നു. 2024 അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ മിക്കവാറും UK നിന്നുള്ള ഒരു തിരിച്ചിറക്കമായിരിക്കും ഇനിയിപ്പോഴും ഉണ്ടാകാനായിട്ട് പോകുന്നുണ്ട്. കാരണം ഈ ഒരു സ്റ്റേ ബാക്കിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടുത്തെ നെറ്റ് മിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജോലി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു കെയർ വിസയിലൊക്കെ മാറാനായിട്ട് നോക്കുന്ന ആൾക്കാർക്ക് പോലും ഇപ്പോഴേ ഒരു COS അടിച്ചു കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ കുറേ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഒരു ക്ലിയർ കട്ടിലേക്കൊക്കെ അവർ പോകുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഇനിയിപ്പോൾ വിസകളൊക്കെ കൊടുത്തു തുടങ്ങാനായിട്ട് പോകുന്നത്. 2 വർഷത്തെ ഈ സ്റ്റേ ബാക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡൻസിന് UK തുടരാനായിട്ട് സാധിക്കത്തില്ല. കാരണം ലീഗലി അവർക്കുണ്ടായിരുന്ന 1 വർഷത്തെ വിസയും 2 വർഷത്തെ സ്റ്റേ ബാക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലീഗലി ഇവിടെ നിൽക്കാനായിട്ട് ഒരു കാരണവശാലും സാധിക്കത്തില്ല. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിരിക്കുന്ന ഫാമിലിയോടൊപ്പം കുട്ടികളോടൊപ്പം വന്നിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരിപ്പോൾ ഒരു കെയർ വിസയിലേക്ക് പോലും മാറാനായിട്ട് നോക്കുമ്പോഴും ഇപ്പോഴും വിസ ലഭിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UK ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ എക്കോണമി നല്ല രീതിയിൽ വളർന്നു വരികയാണ്. ഇപ്പോൾ നമ്മുടെ സ്വന്തം അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള ചെന്നൈയിലോ അല്ലെങ്കിൽ കർണാടകയിലോ അല്ലെങ്കിൽ മുംബൈ, ഡൽഹി ഇതുപോലൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല ജോലികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരു ബ്രിട്ടീഷ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി ലഭിക്കാൻ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. കാരണം ബ്രിട്ടീഷ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളിനെ ഏതൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ 2 കൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വരാനിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം UK വരാനായിട്ട്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.